പോക്സോ കേസ് പ്രതിയായ വ്ലോഗർ മുകേഷ് എം നായരെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചതിൽ തിരുവനന്തപുരം ഫോർട്ട് സ്കൂൾ പ്രധാനാധ്യാപകന് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാനാധ്യാപകനെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗൂഢാലോചനയാണ് നടപടികൾക്ക് പിന്നിലെന്നും മന്ത്രിയെ പേടിച്ച് പരിപാടിക്ക് പോകാതെ ഇരിക്കണോ എന്നുമായിരുന്നു മുകേഷ് എം നായരുടെ ചോദ്യം. സ്കൂൾ പ്രവേശന ദിവസം ഒരു സന്നദ്ധ സംഘടനയാണ് സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടകൻ ആരെന്ന് അവരാണ് തീരുമാനിച്ചത്. തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് സ്കൂൾ അധികൃതർ DDയോട് വിശദീകരിച്ചത്. എന്നാൽ ഈ വിശദീകരണം DD തള്ളി. സ്കൂളിൽ എന്ത് നടന്നാലും അതിൽ പ്രധാനാധ്യാപകന് ഉത്തരവാദിത്തമുണ്ടാകുമെന്നും പോക്സോ കേസ് പ്രതി ചടങ്ങിലെത്തിയതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ അച്ചടക്ക നടപടി ഉണ്ടാകും. എയ്ഡഡ് സ്കൂളായതിനാൽ മാനേജറോട് പ്രധാനാധ്യാപകനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സ്കൂൾ അധികാരികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് തന്നെയാണ്. ഇയാൾ ഈ പറയുന്ന വ്യക്തിയോട് വന്നിരുന്നോ, ചടങ്ങിൽ പങ്കെടുത്തിരുന്നോ, ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ്, ഇത്രയും കാര്യം അന്വേഷിച്ചാൽ മതിയല്ലോ. അതവർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മന്ത്രിയെ പേടിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ലെന്ന് മുകേഷ് എം നായരും രാഹുൽ ഈശ്വറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ തന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പോക്സോ കേസ് പ്രതിയാണെന്ന് അറിയാതെയാണ് മുകേഷ് എം നായരെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിനും പ്രധാനാധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും JCI പ്രതികരിച്ചു. 24 തിരുവനന്തപുരം.